ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. ഓണമല്ലേ വരുന്നേ, അപ്പോൾ ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തൂരപ്പരിപ്പും സാമ്പാറിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഞങ്ങൾ ഇവിടെ എടുത്തേക്കുന്നത് ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, ക്യാരറ്റ്, മത്തങ്ങ, വെള്ളരിക്ക. ഇത്രയും തൂരപ്പരിപ്പിൻ്റെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെക്കുക. എന്നിട്ട് പാരലലി ഒരു കുഞ്ഞു കട്ടോരിയിൽ ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി അതിനകത്ത് ഇട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ കടായിൽ കടുക് വറക്കാം. അതിനുവേണ്ടി കടുക്, ലേശം ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില. ഉലുവ കൂടി പോവരുതേ, ഒരു കയ്പ്പ് വരും, ആവശ്യത്തിന് മാത്രം ചേർക്കുക. എന്നിട്ട് നന്നായി കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് വേവ് പെട്ടെന്നാവുന്ന വെജിറ്റബിൾസ്, അതായത് തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങക്കോൽ ഉണ്ടെങ്കിൽ അത് ഇത്രയും ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഒരിത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അത് വഴറ്റി വേവാനൊന്ന് അടച്ചു വയ്ക്കാം നമുക്ക് കുറച്ച് നേരത്തേക്ക്. ഉപ്പ് ഓൾറെഡി നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടത് കാരണം അധികം ചേർക്കണ്ട. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചേക്കുന്ന വെജിറ്റബിൾസും തുവരപ്പരിപ്പും അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മളുടെ പുളി നല്ലോണം കുതിർന്ന് കിട്ടും. അപ്പോൾ അത് പുളി പിഴിഞ്ഞെടുക്കാം നമുക്ക്. എന്നിട്ട് അതും നമ്മളുടെ ഈ കടായിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ഇനി അത് തിളച്ച് വരുമ്പോഴത്തേക്കും അതിന് ആവശ്യത്തിന് സാമ്പാർ പൊടി പല കമ്പനിക്ക് പല രീതിയിലായിരിക്കും. ലേശം മേമ്പൊടിക്ക് ശർക്കരപ്പൊടി, മല്ലിയില ഇത്രയും ആഡ് ചെയ്ത് നല്ലോണം തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സാമ്പാർ തയ്യാറാവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഫീഡ്ബാക്ക്സ് അറിയിക്കുക.